ഈ ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാലേ നിങ്ങളുടെ നെറ്റി പോട്ടോ. ലോകത്ത് ഒരു ഹോസ്പിറ്റലിൽ നടക്കാത്ത കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഈ വരുന്ന ആളുകളെ കണ്ടോ, പല ആളുകളെയും പിടിച്ചിട്ടാ കൊണ്ടുവരട്ടോ. ചില ആളുകൾ വടി കുത്തി വരുന്നു, വാക്കറിൽ വരുന്നു, 2-3 ആളുകളെ പിടിച്ചു കൊണ്ടുവരുന്ന ആളുകൾ വരെ ഇതുണ്ട് കേട്ടോ. അതുപോലെ നിർബന്ധമായും സർജറി ചെയ്താൽ മാത്രമേ നിങ്ങൾ എണീറ്റ് നടക്കുള്ളൂ എന്ന് പല പ്രമുഖ ഹോസ്പിറ്റലുകളും വിധി എഴുതിയ പല ആളുകളും ഈ കൂട്ടത്തിലുണ്ട് കേട്ടോ. ഈ സർജറി പറഞ്ഞ ആളുകളൊക്കെ 2-3 മിനിറ്റ് കൊണ്ട് അസുഖം മാറി പോകുന്നപ്പോ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആദ്യം കേട്ടപ്പോ ഞാനും വിശ്വസിക്കുന്നില്ല കേട്ടോ. അതിന്റെ ഒരു സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പെരുമ്പാവൂരിലെ ശ്രീ സ്വാമി വൈദ്യഗുരുകുലത്തേക്ക് എത്തിക്കുന്നത്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം അറിഞ്ഞിട്ട് അത്ഭുതപ്പെട്ടു പോയത് കേട്ടോ. ലോകത്ത് ഒരു ഹോസ്പിറ്റലിൽ ഇങ്ങനെ സംഭവം നടക്കുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല കേട്ടോ. ഇവിടെ അസുഖമായിട്ട് ചികിത്സക്ക് വന്ന ആളുകളിൽ പല ആളുകളും ഇന്നിവിടെ സ്റ്റാഫാണ്. ഈ സ്റ്റാഫുകളിൽ കൂടുതൽ ആളുകളെ ഇവിടുന്ന് ട്രീറ്റ്മെന്റ് പഠിച്ചിട്ട് ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ പഠിക്കുന്ന ആളുകളുണ്ട്, കളരിയിൽ നിൽക്കുന്ന കുട്ടികളുണ്ട്, അങ്ങനെ പല ആളുകളും അസുഖമായിട്ട് വന്നിട്ട് ഇവിടെ തന്നെ സ്റ്റാഫായി മാറിയിരിക്കുകയാണ്. അപ്പൊ എന്താണ് ശ്രീ സ്വാമി വൈദ്യഗുരുകുലം, എന്താണ് ഇവിടുത്തെ ട്രീറ്റ്മെന്റ് എന്നൊക്കെ നമുക്ക് നേരിട്ട് കാണട്ടോ. എല്ലാ കാലത്തും എല്ലാ മനുഷ്യന്മാരെയും പറ്റിക്കാൻ പറ്റില്ല. ശരിയാണ്, ഒരാളെ ഒരു വട്ടം പറ്റിക്കാം. പക്ഷെ ഇതിപ്പോ ഞങ്ങൾ ഏകദേശം 8 വർഷം ആയി. ആളുകളുടെ എണ്ണം കൂടി വരിക എന്നല്ലാതെ കുറഞ്ഞിട്ടില്ല. ഉച്ച കഴിയുമ്പോൾ ഇവിടെ കളരിയുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് ചികിത്സ നടക്കുന്നത്, എങ്ങനെയാണ് നടക്കാൻ വയ്യാത്ത ആൾക്കാർ എണീറ്റ് ഓടുന്നത്, എങ്ങനെയാണ് ആംബുലൻസിൽ വന്ന ആൾക്കാർ നടന്നു പോണത്, എങ്ങനെയാണ് വടിയും പിടിച്ച് വന്ന ആൾക്കാർ വടിയില്ലാതെ പോകുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. തൃശ്ശൂരിന്നാണ്. എന്താ പ്രശ്നം? നടുവേദന, കാലുമുട്ട് വേദന. എങ്ങനെയുണ്ട് നടുവേദന അന്നത്തെ ദിവസം തന്നെ മാറി. ഫസ്റ്റ് ദിവസം വന്നതിന് മാറി? സത്യം 2 മിനിറ്റ് കൂടെ മാറ്റുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത്. ശരിയാണ്, ശരിയാണല്ലേ? നടുവേദന മാറി, കാൽമുട്ട് വേദന കുറച്ചുണ്ടായിരുന്നു. അത് 2ാമത്തെ മാസം വന്നപ്പോഴേക്കും മാറി. ഇപ്പൊ പൂർണ്ണമായിട്ട് മാറി. പൂർണ്ണമായി മാറി. ഇന്ന് ക്ലോസറാ. വേറെ ഡോക്ടർമാരെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്നെന്താ പറഞ്ഞേ? അന്ന് ഓപ്പറേഷൻ ആയിരുന്നു പറഞ്ഞു. നിങ്ങളോട് സർജറി പറഞ്ഞതാണ്. നടുവിന് തേയ്മാനമായിട്ടാണ് വന്നത്. ഡിസ്കിന്റെ പ്രശ്നമായിട്ടാണ്. നടക്കാനും ഇരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ. ഗവൺമെന്റ് ഡോക്ടർമാരെല്ലാവരും തന്നെ എന്നോട് മുഖത്ത് നോക്കി പറഞ്ഞതാണ്, പണി കുനിഞ്ഞെടുക്കാതിരിക്കുക എന്നാൽ മാത്രമേ നിന്റെ ഇത് ശരിയാവുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ കുറേ ചികിത്സിച്ച എറണാകുളം മുഴുവൻ നടന്നതാണ്. അപ്പോൾ ഡോക്ടർമാർ എന്നോട് പറഞ്ഞു, നീ ഇനി പണിയെടുക്കുകയാണെങ്കിൽ വീണ്ടും നിനക്കിത് വരും, അകൽച്ച വരും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു നിവൃത്തിയില്ലാണ്ട് 1 വർഷം പണിയെടുക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് കേട്ടറിഞ്ഞ് ഇവിടെ വന്നതാണ്. 8 ദിവസം കൊണ്ട് മാറി. എനിക്ക് കുഞ്ഞ് എന്ത് വേണേലും എടുക്കാം. ഇവിടുന്ന് താഴെ നിന്ന് എടുക്കാം. പണ്ട് എനിക്ക് എടുക്കാൻ പാടില്ലായിരുന്നു. പണ്ട് കുഞ്ഞില്ല, ഞാൻ ഇങ്ങനെയായിരുന്നു എടുത്തോണ്ടിരുന്നത്. ഇങ്ങനെയാണ് ഓരോ സാധനം എടുത്തോണ്ടിരുന്നത്. മുമ്പിട്ട് എടുക്കാൻ പറ്റൂലായിരുന്നു. പെർഫെക്റ്റായി, ഒരു കുഴപ്പമില്ല. അമ്മ വന്നപ്പോ അമ്മക്ക് കാലൊന്നും നിലത്ത് വെക്കാൻ പറ്റില്ല. ഓക്കെ, ഇപ്പൊ കറക്റ്റ്. ഇരിക്കുമ്പോ എന്തെങ്കിലും പ്രശ്നം കേട്ടോ? ഇല്ല, പെട്ടെന്ന് എണീക്കാനൊക്കെ പറ്റും. ഇരിക്കാൻ കുഴപ്പമില്ല. അതേമാതിരി എണീക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലേ? ഫസ്റ്റ് ടൈം വന്നപ്പോ അയ്യോ ഭയങ്കര പാടായിരുന്നു. ഞാൻ അവിടെ ഒക്കെ പിടിച്ച് കയറിയതാണല്ലേ? ഈ അമ്മ ഉണ്ടോ വന്നപ്പോ പിടിച്ച് കയറി വന്നിരുന്ന ആളാണ്. ഇപ്പൊ വന്നപ്പോ കണ്ടോ ഒരു പ്രശ്നമല്ല, ഒരു പ്രശ്നമല്ല. ട്രീറ്റ്മെന്റ് ഒക്കെ ഓക്കെയാണ്. പക്ഷെ നമ്മൾ അതുപോലൊക്കെ ചെയ്യണം കേട്ടോ. നമ്മൾ അവര് പറഞ്ഞ പോലെ ചെയ്യണം. നമ്മളവര് പറഞ്ഞ മാതിരി ചെയ്യണല്ലേ? അതാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ അവര് പറയണ മാതിരി പഥ്യം സ്വീകരിച്ചു കഴിഞ്ഞാൽ അസുഖം മാറുന്നതാ. ഉറപ്പാ, 100% ഉറപ്പായിട്ട്. ഏകദേശം ഒരു 7.5 വർഷത്തോളം പല ട്രീറ്റ്മെന്റും ചെയ്തിട്ട് ദേഹം മൊത്തം നീരാവും. ഞാൻ പ്രോഗ്രാം ചെയ്തിട്ട് എല്ലാവരും കൂടെ പൊക്കിയെടുത്ത് കാറിനകത്ത് കൊണ്ടുവയ്ക്കും. അങ്ങനെയായിരുന്നു അവസ്ഥ. കാരണം നടക്കാൻ പറ്റില്ല, നീര് വരും. അല്ല, എനിക്ക് ഡാൻസ് ചെയ്താൽ നീര് വരും. ഡാൻസ് ചെയ്യാൻ പറ്റില്ല, മുഴുമണ്ടലിരിക്കാൻ പറ്റില്ല, അരമണ്ടലിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്, ഒട്ടും പറ്റില്ല. അപ്പോൾ എൻ്റെ വർക്കുകളെല്ലാം ഇങ്ങനെ ആകപ്പാടെ തടസ്സങ്ങളിലായിരുന്നു. പിന്നെ ഞാൻ വളരെ യാദൃച്ഛികമായിട്ടാണ് 7.5 വർഷത്തിന് ശേഷം ഞാൻ യൂട്യൂബിൽ കൂടെയാണ് ശ്രീ സ്വാമി വൈദ്യഗുരുകുലത്തിനെ പറ്റി അറിയുന്നത്. അങ്ങനെ ഞാൻ 2022 ജൂൺ 21 ഇവിടെ വരുന്നു. ഇത്രയും ഈ 7.5 കൊല്ലം ഞാൻ ചെയ്ത പല സ്ഥലങ്ങളിലും കാണിച്ച് എൻ്റെ 5-6 ലക്ഷം രൂപ പോയി. ആ സ്ഥലത്ത് വെറും 1.5 മിനിറ്റ് പോലും എടുക്കാതെ എന്റെ കാല് ചേട്ടൻ ശരിയാക്കി. സത്യം എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞാൽ വെറും 1.5 മിനിറ്റ്. അതെ, കാരണം ഈ 1.5 മിനിറ്റിന്റെ സാധനത്തിനാണ് ഞാൻ ഈ 7.5 വർഷം കൊണ്ട് നടന്നത്. ആലോചിച്ച് നോക്കണം എന്റെ എത്ര സമയം പോയെന്നുള്ളത്. പൈസ എല്ലാം നഷ്ടം. പക്ഷെ ഇവിടെ വന്നാലോ നമുക്ക് വളരെ നമ്മുടെ ഒരു വീട് പോലെ ശരിക്കും പറഞ്ഞ മനസ്സിലായി. ഇവിടെയുള്ള എല്ലാവരും അതെ. ഇപ്പൊ 2ാമത് ഞാൻ ഷൂട്ടിന് പോയ സ്ഥലത്ത് നിന്ന് സ്റ്റെയറിൽ നിന്ന് വീണിട്ട് എനിക്ക്
ബാത്റൂമിൽ പോലും പോകാൻ പറ്റാതെ 3 പേര് പിടിച്ച് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. വീണ്ടും ചേട്ടൻ എൻ്റെ കാല് 1.5 മിനിറ്റ് പോലും എടുത്തില്ല, ഉടനെ ശരിയാക്കി വിട്ടു. ഇപ്പം ഞാൻ ആ നീരൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ 2 years ബാക്ക് നല്ല നീ പെയിനായിട്ട് എനിക്ക് ലെഫ്റ്റ് ലെഗ് മടക്കാൻ പറ്റില്ലായിരുന്നു. നടക്കുമ്പോൾ വേദന കാരണം ഞാൻ വലിച്ചു വെച്ചായിരുന്നു നടക്കുന്നത്. ഇവിടെ വരും. അതെ. അപ്പം ഞാൻ പല ഹോസ്പിറ്റലിലും പോയി ട്രീറ്റ്മെൻറ്റ് നടത്തി, എന്നിട്ടൊന്നും ശരിയായില്ല. ലാസ്റ്റ് ഞാൻ സോഷ്യൽ മീഡിയ വഴിയാണ് ഇവിടെ ശ്രീ സ്വാമി വൈദ്യഗുരുകുലത്തെ പറ്റി അറിഞ്ഞത്. അങ്ങനെയാണ് ഇവിടെ വന്നത്. ഇവിടെ വന്ന് അപ്പം ഗുരുക്കൾ പറഞ്ഞ് ഒരു കിടന്നൊരു ട്രീറ്റ്മെൻറ്റ് എടുത്താൽ പൂർണ്ണമായിട്ട് മാറുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഒരു 12 days കിടന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തു. ഒരു സെക്കൻഡ് ഡേ ആയപ്പം തന്നെ എനിക്ക് നല്ല ഒരു 90% മാറി. പിന്നെ അതെ ഞാൻ വന്ന സമയത്ത് എനിക്ക് നിലത്തിരിക്കാനൊന്നും പറ്റില്ലായിരുന്നു. ഒരു സെക്കൻഡ് ഡേ ആയപ്പോൾ എനിക്ക് നിലത്തിരിക്കാനും സ്റ്റെപ്പ് കയറാനും എല്ലാം പറ്റി. അത് 2 years ബാക്ക് ആയിരുന്നു. ഇപ്പോൾ ഒരു ഫോളോ അപ്പിനായിട്ട് വന്നതാണ്. ലീവിന് വന്നപ്പോൾ വന്നതാണ്. പിന്നെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ട്. ഡോക്ടേഴ്സായാലും സ്റ്റാഫുകളായാലും എല്ലാം നല്ല കോപ്പറേറ്റീവ് ആണ്, നല്ല അറ്റ്മോസ്ഫിയർ ആണ്, നല്ല ട്രീറ്റ്മെന്റ് ആണ് കിട്ടുന്നത്. അതെ. വന്നപ്പോൾ 2 പേര് പിടിച്ചിട്ടൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നു. 2 പേര് പിടിച്ചിട്ട് വന്നതാണ് ഇതായിട്ട്. ഞാൻ ഇതിന് മുന്നേ ഇവിടെ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഒന്ന് വീണിട്ട് എന്നിട്ട് അതും ഇതേപോലെ നടക്കാൻ പറ്റാനുണ്ടായിരുന്നില്ല. അപ്പോഴും ഇവിടെ തന്നെ അച്ഛ വന്ന് ഒന്ന് ശരിയാക്കിയിട്ടുണ്ടായിരുന്നു. 2 മിനിറ്റ് കൊണ്ട് തന്നെ കാല് അപ്പം തന്നെ ഇതാക്കി ഇട്ടുണ്ടായിരുന്നു. വേറെ ഹോസ്പിറ്റലിൽ സർജറിക്ക് വേണ്ടിയിട്ട് അഡ്മിറ്റ് ആവാൻ പോണതിന്റെ പിറ്റത്തെ ദിവസമാണ് ഇവിടെ വരുന്നത്. സോഷ്യൽ മീഡിയ വഴി തന്നെ അറിഞ്ഞിട്ട് പിന്നെ നേരെ ഇങ്ങോട്ട് വന്നു. അപ്പൊ തന്നെ റെഡിയായി. അന്ന് തന്നെ ഒറ്റയ്ക്ക് നടത്തിയിട്ടാണ് എന്നെ വിട്ടത്. പേരെന്താ? ആര്യ. എന്താണ് ഇവിടെ ട്രീറ്റ്മെന്റ് വന്നാണോ അതോ ട്രീറ്റ്മെന്റ് വന്നിട്ട് ഇപ്പൊ ഇവിടെ എന്താ ഇതിന് മുമ്പ് എന്താ ചെയ്തിട്ടുണ്ടായിരുന്നു? മുമ്പും ജോലിക്കായിരുന്നു. ഇവിടെ ആലപ്പുഴയിൽ വർക്ക് ചെയ്തോണ്ടിരിക്കായിരുന്നു. എന്ത് ട്രീറ്റ്മെന്റ് ഇങ്ങോട്ട് വന്നത്? കാലിന് നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു, മുന്നോട്ട് ഇട്ട് വെക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അത് കുറേ കൂടി മാറിയത് ഇവിടെ വന്നതിന് ശേഷമാണ്. പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ അവിടെ എല്ലാം പ്രത്യേകിച്ചൊന്നും ഒരു റിസൾട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ടാണ് അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ വന്നത്. ഒക്കെ മാറ്റം കംപ്ലീറ്റ് ഓക്കെ. കുറേ കൂടി മാറാനുണ്ട്. ഫർദർ ട്രീറ്റ്മെന്റും അതേപോലെ ട്രീറ്റ്മെന്റ് പഠിക്കുകയും ചെയ്യും. പഠിക്കുന്നുണ്ടല്ലേ? പേരെന്താ? ഏഞ്ചൽ. എനിക്ക് 10 വർഷം നീണ്ട നടുവേദനയായിരുന്നു. പിന്നീട് ഇവിടെ വന്നിട്ടാണ് ഓക്കെ ആയത്. നടുവിന് ബെൽറ്റ് ഇട്ട് വേറൊരാളുടെ സപ്പോർട്ടിൽ നടക്കണ കണ്ടീഷനിലാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. മസിൽ വീക്ക്നെസ്സും ബാക്ക് പെയിനും ആയിരുന്നു. നടക്കാൻ കഴിയാത്ത രീതിയിൽ വന്നാണ് സപ്പോർട്ട് ചെയ്ത് നടക്കണ കണ്ടീഷനിലാണ് ഇവിടെ കൊണ്ടുവന്നത്. ഇപ്പോൾ 3 വർഷമായിട്ട് ഒരു കുഴപ്പമില്ല, ഓക്കെയാണ്. ഇപ്പൊ ഇവിടെ ട്രീറ്റ്മെന്റ് പഠിക്കണം, കളരി പഠിക്കണം. ട്രീറ്റ്മെന്റ് പഠിക്കണ്ടല്ലേ? വീട് എവിടെയാണ്? തൃശ്ശൂരാണല്ലേ? മാഡം? എൻ്റെ പേര് ജസീന. ട്രീറ്റ്മെന്റിന് വന്നാണ്. ബാക്ക് പെയിനും ഈ ഒരു ലെഗ് ബാക്ക് ഫുൾ വേദനയായിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ വന്നത്. ഒരുപാട് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് വന്നതാണ് ഇവിടെ വന്നിട്ട് എനിക്ക് ഫുള്ളി മാറി. ഇപ്പം ഞാൻ ഇവിടെ പഠിക്കാൻ ട്രീറ്റ്മെന്റ് പഠിക്കാൻ വേണ്ടി വിചാരിച്ചു. എനിക്ക് ഫുള്ളായിട്ട് മാറിയപ്പോൾ എനിക്കിതിനെക്കുറിച്ച് അറിയാനും എന്താണെന്നൊക്കെ അറിയാനുള്ള ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പഠിക്കാനായിട്ട് തുടങ്ങി. ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ട് വന്നാൽ 3 വർഷം മുന്നേ പിന്നെ ഇഞ്ചുറി ആയിട്ട് ഫുട്ബോൾ കളിച്ചിട്ട് അതിനുശേഷം ഇപ്പോൾ 2 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. കളരി പഠിക്കുന്നു, ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള ഫുട്ബോൾ കളിച്ചിട്ട് ഇഞ്ചുറി വന്നാണ്. കാരണം എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. നോർമലാണ്. എൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഗുരുകുലത്തിനെ കുറിച്ചിട്ടേ ചെറിയതിൽ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കുറഞ്ഞ എങ്ങനെ ചേച്ചി പറയാം? ഗുരുകുലം നമ്മൾ പറഞ്ഞത് ഗുരുകുലം എന്നാണ് അല്ലേ, ആശുപത്രി എന്നല്ല. ചികിത്സിക്കാൻ വന്നിട്ടുള്ള ആൾക്കാർ മാത്രമല്ല, ഇതൊരു ഗുരുകുലമാണ്. പക്ഷെ എല്ലാ നിയമങ്ങളോടും കൂടിയ എല്ലാ സർട്ടിഫിക്കേഷനും കൂടിയ ഒരു ആശുപത്രിയാണ്. പക്ഷെ ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ ഇത് ഗുരുകുലാണ്. അതെ, അങ്ങനെ പറയാൻ കാരണം ഇവിടെ ചികിത്സിക്കാൻ വന്നിട്ടുള്ള കുട്ടികൾ, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ, അതായത് ചികിത്സിക്കാൻ വേണ്ടി ഫർദർ ചികിത്സകൾ പഠിപ്പിക്കാൻ പാകത്തിനുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ഇവിടെ വന്ന് ചികിത്സിക്കുന്ന സമയത്ത് അവർ നമ്മളുടെ കൂടെ ഗുരുകുലത്തിൻ്റെ ഭാഗമായി മാറാറുണ്ട്. ഇവിടെ കളരിയുണ്ട്. വെക്കേഷൻ ആകുമ്പോൾ പലപ്പോഴും ചികിത്സിക്കാൻ വന്നിട്ടുള്ള കുട്ടികൾ ഇവിടെ വന്ന് താമസിച്ച് അവരുടെ വെക്കേഷൻ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം വേറൊരു പുതിയ നല്ല തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയും ഗുരുകുലം സഹായിക്കുന്നത്. ലോകത്ത് നമ്മളെ എപ്പോഴും പേടിപ്പിച്ചാണ് ചികിത്സിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഭയങ്കര ഭീകരമായിട്ടുള്ള എന്തോ ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞാലാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യുള്ളൂ. പക്ഷെ ഞങ്ങൾ നേരെ തിരിച്ചാണ്. ആൾക്കാർ പലപ്പോഴും പല തെറ്റിദ്ധാരണകളോടും കൂടെ വന്ന് അവർക്ക് ഇത്രയൊക്കെയാണ് കാര്യങ്ങളുള്ളൂ, ഇതിങ്ങനെയൊക്കെ ശരിയാകും എന്ന് മനസ്സിലായി കഴിയുമ്പോൾ അവർക്ക് മാനസികമായിട്ട് തന്നെ വലിയ വ്യത്യാസം വരികയും അതിനുശേഷം ചികിത്സ ചെയ്യുന്ന സമയത്ത് അവർക്ക് അതിൻ്റെ കൃത്യമായ റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യും.
വേദന മാറ്റാൻ നമുക്ക് 2 മിനിറ്റ് മതി. സുഖപ്പെടാനല്ല 2 മിനിറ്റ്, വേദന മാറ്റാൻ 2 മിനിറ്റ്. വേദന മാറ്റാൻ 2 മിനിറ്റ് പറഞ്ഞില്ലേ? പക്ഷെ സുഖപ്പെടണമെങ്കിൽ എന്ത് വേണം? നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ സാധാരണ എന്താണെന്ന് അറിയാം, ആൾക്കാർക്കൊരു വിചാരമുണ്ട് ആയുർവേദമല്ലേ വെറുതെ കിട്ടണം. ഒരു ടെസ്റ്റ് നടത്താൻ അവർക്ക് 10,000 20,000 കൊടുക്കുന്നതിന് അവർക്ക് പ്രശ്നമില്ല. നമ്മൾ ടെസ്റ്റ് അല്ലാതെ ഒരു മാസത്തെ ചികിത്സയും മരുന്നും എല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ഇത്രയും കാശ് നമ്മൾ വാങ്ങുന്നത്. അതിനാണ് ഈ ആൾക്കാർ പറയുന്നത് വെറുതെ കിട്ടണം എന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടാവുന്നത്. അത് നടക്കുന്ന കാര്യമില്ല. അനുസരണയുണ്ടോ? കാശ് തന്നില്ലെങ്കിലും നിങ്ങൾ സുഖപ്പെട്ടു. അനുസരണയാണ് മെയിൻ ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കി അത് പ്രാവർത്തികമാക്കാൻ തയ്യാറാണ്. ഇല്ലെങ്കിൽ ഞങ്ങൾ എപ്പോഴും രാവിലെ ക്ലാസ്സിൽ പറയാറുണ്ട്, നിങ്ങളുടേതാണ് ആവശ്യം, നിങ്ങളുടേതാണ് ശരീരം, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ചികിത്സിക്കാവൂ, ഇന്നതാണ് കാര്യങ്ങൾ എന്ന് വ്യക്തമായി പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ കണ്ടിട്ടുണ്ട്, ഇത് കളരിയാണ്. അപ്പുറത്ത് സ്ത്രീകളുടെ അഡ്മിഷൻ ചെയ്യുന്ന സൃഷ്ടി കണ്ടിട്ടുണ്ടാവും, തൊട്ടപ്പുറത്ത് സുധീരം കണ്ടിട്ടുണ്ടാവും, ഗുരുകുലം അപ്പുറത്ത്, അതായത് നമ്മൾ ഏറ്റവും ആദ്യം തുടങ്ങിയ അത് കണ്ടിട്ടുണ്ട്. അങ്ങനെ വലിയൊരു ക്യാമ്പസാണിത്, കുട്ടികൾ താമസിക്കുന്ന സ്ഥലമുണ്ട്. പിന്നെ ഇതൊരു ഒരു ഒരു കുടുംബം പോലെ ഞങ്ങൾ കഴിയുന്ന ഒരു സ്ഥലം കൂടിയാണ്. പിന്നെ ഈ ഗുരുകുലത്തേക്ക് ആളുകൾക്ക് ട്രീറ്റ്മെന്റിന് വരാൻ, അതായത് എത്താൻ എന്തൊക്കെ ചെയ്യേണ്ടത്? നമ്മളുടെ ഇത് ലൊക്കേഷൻ എന്ന് പറയുന്നത് പെരുമ്പാവൂർ, അതായത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, പാറപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് ശരിക്കും ഇത് ടൗണിനോട് അടുത്ത് തന്നെയാണ് പെരുമ്പാവൂർ, ഈ പാറപ്പുറം എന്ന് പറയുന്ന സ്ഥലമുള്ളത്. ഇവിടെ രാവിലെ 7 മണിക്ക് മുന്നേ എത്തണം. ട്രീറ്റ്മെന്റ് എല്ലാ ദിവസവും ഒന്നും ഇല്ല, മാസത്തിൽ 14 ദിവസം മാത്രമേ ട്രീറ്റ്മെന്റ് ഉള്ളൂ. ആ 14 ദിവസത്തിൽ 7 ദിവസം കഴിഞ്ഞ് ഒരു ബ്രേക്ക് എടുത്ത് അടുത്ത 7 ദിവസമാണ്. കാരണം മരുന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ആ മരുന്ന് ഉണ്ടാക്കി വരാൻ ഞങ്ങൾക്ക് സമയമെടുക്കും. അതും സാമ്പ്രദായികമായിട്ട് മരുന്ന് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ കഷായം കേടുവരും, പ്രിസർവേറ്റീവ്സ് ചേർക്കാത്തത് കൊണ്ട് കേടുവരും. അപ്പം നമ്മൾ ഈ 7 ദിവസമാണ് ട്രീറ്റ്മെന്റ്, അത് കഴിഞ്ഞൊരു ബ്രേക്ക്, അത് കഴിഞ്ഞ് വീണ്ടും ഒരു 7 ദിവസം, അങ്ങനെ മാസത്തിൽ 14 ദിവസമാണ് ചികിത്സയുള്ളൂ. 14 ദിവസമാണ് ചികിത്സയുള്ളൂ. അപ്പം ലാഭം ഉണ്ടാക്കാനും കാശുണ്ടാക്കാനുമാണ് ഞങ്ങൾ 30 ദിവസവും ചികിത്സിക്കണം. വരുന്ന ആൾക്കാരെ ഇങ്ങനെ മുഷിച്ചിരുത്തേണ്ട കാര്യമില്ല. അവർ സുഖപ്പെടണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് നമ്മൾ അവരെ കുറച്ച് മെനക്കെടുത്തി. കാരണം അവരങ്ങനെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ചികിത്സ ശരിക്കും ആവശ്യമാണ് എന്ന് തോന്നുന്ന ആൾക്കാർ വേണം ചികിത്സിക്കാൻ. പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ ആദ്യം ഭക്ഷണമൊക്കെ ഇവിടെ നിന്ന് തന്നെ കൊടുക്കും. അത് ഞങ്ങളുടെ ഒരു വർക്കത്താണ്. കൊടുക്കും. രാവിലെ എപ്പോൾ നിങ്ങൾ വന്നാലും നിങ്ങൾക്ക് ഇവിടെ ഭക്ഷണം തയ്യാറാണ്, ഭക്ഷണം റെഡിയാണ്. പൈസ ഒന്നും മേടിക്കുന്നില്ല. ഇതൊരു ട്രസ്റ്റാണ്, ഇതൊരു ചാരിറ്റബിൾ ട്രസ്റ്റാണ്. പക്ഷെ ഞങ്ങൾ പിന്നെ ഡൊണേഷൻ വാങ്ങാറില്ല, ഞങ്ങൾ സ്പോൺസർഷിപ്പ് സ്വീകരിക്കാറില്ല. പണിയെടുത്തുണ്ടാക്കുന്ന കാശ് കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. കാരണം ഞങ്ങൾക്ക് ഇതിൻ്റെ ലാഭം ഞങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല, ഇത് നടത്തുന്ന ആൾക്കാർക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ചികിത്സയിലൂടെ കിട്ടുന്ന കാശ് അങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് ഞങ്ങളുടെ സമ്പ്രദായം ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. പണിയെടുക്കുന്നതിന് ശമ്പളമാക്കാം, അതല്ലാതെ ബാക്കി കാശ് ഞങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ, അതായത് ചികിത്സ ശരിക്കും നടക്കണമെങ്കിൽ ഇതുകൊണ്ട് കാശ് ഉണ്ടാക്കാമെന്നുള്ള തോന്നൽ ഉണ്ടാകും. ശരിയായിട്ടുള്ള ആളുകൾ അടുത്ത തലമുറ വരുമ്പോഴും അങ്ങനെ വരാൻ വേണ്ടി ഇതൊരു ബിസിനസ്സായി കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അതാണ് സാർ. വന്നു കഴിഞ്ഞാൽ രാവിലെ ഒരു ഡീറ്റെയിൽഡ് ചെക്കപ്പ് ഉണ്ട്. അതിനുശേഷം അവർക്ക് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് വളരെ കൃത്യമായി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണമുണ്ട്. ഉച്ചഭക്ഷണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 2:30-3 മണിയോടുകൂടി കൺസൾട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യും. കൺസൾട്ടേഷൻ ഏറ്റവും അവസാനത്താണ് പോകുന്നത് വരെയാണ് കൺസൾട്ടേഷൻ. അതിന് ടൈമില്ല. ഒരു ദിവസം എത്ര ആളുകൾക്ക് ഇവിടെ ചികിത്സ കൊടുക്കുന്ന അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടോ, ലിമിറ്റ് ഉണ്ടോ? ശരിക്കും ഞങ്ങൾക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ ഞങ്ങൾ കൊടുക്കാറുള്ളത് 80 പേർക്കൊക്കെയാണ് ഞങ്ങൾ ആഗ്രഹം. അതായത് പുതിയ ആൾക്കാർ, പഴയ ആൾക്കാർ രാവിലെ വരുമല്ലോ, റിവ്യൂവിന് വരുമല്ലോ. ഞാൻ പറഞ്ഞ വേദന മാറിയിട്ട് അത് ഫോളോ അപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ വീണ്ടും വരും. അപ്പോൾ പിന്നെ അവർ രാവിലെ നോക്കും. ഉച്ച കഴിഞ്ഞാണ് പുതിയ ആൾക്കാരെ നോക്കുക. ഒരു 80 മുതൽ 100 വരെ ആൾക്കാർക്കാണ് ഞങ്ങൾക്ക് നോക്കാം. പക്ഷേ മിക്കപ്പോഴും 200-250 പേരൊക്കെ ചിലപ്പോൾ വരും. അതെ, അവരൊക്കെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് ബുക്ക് ചെയ്തിട്ട് വരണം എന്ന് പറയാൻ കാരണം നമ്മളുടെ ചികിത്സ അവർക്ക് എടുക്കാൻ യോഗ്യമാണോ അവരുടെ ശരീരം എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കണം. അപ്പോൾ അതിന് നമുക്ക് ബ്ലഡ് ടെസ്റ്റുകൾ വേണം. വേറെ സ്കാനിങ് റിപ്പോർട്ടിൻ്റെ ഒന്നും ആവശ്യം ഞങ്ങൾക്ക് ശരിക്കുമില്ല. അതല്ലാതെ ഞങ്ങൾക്കത് നോക്കാനുള്ള വേറെ വിദ്യകളുണ്ട്. പക്ഷെ ബ്ലഡ് റിസൾട്ട് വേണം. അവരുടെ കിഡ്നി ഫംഗ്ഷൻ ഓക്കെ ആണോ, ലിവർ ഫംഗ്ഷൻ ഓക്കെ ആണോ, ഡയബറ്റിക് ആണോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അത് നമുക്കറിയാം. ഇത്രയൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ പക്ഷെ വന്നിട്ട് അന്നത്തെ ദിവസം ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പാകത്തിന് വേണം വരാൻ. വന്ന് പെട്ടെന്ന് കണ്ട് പോകാമെന്ന് വിചാരിച്ചാൽ മരുന്ന് എഴുതി പോകാൻ പരിപാടി നടക്കില്ല അല്ലേ?
നിങ്ങളെ കുറിച്ച് നിങ്ങൾക്കൊരു ബോധ്യപ്പെടുത്തി നിങ്ങളും കൂടെ ഇതിന്റെ ഭാഗമായി മാറിയാൽ മാത്രമാണ് നിങ്ങൾ സുഖപ്പെടുക. അതായത് നിങ്ങളുടെയും കൂടെ ഉത്തരവാദിത്തമാണ്. തീർച്ചയായും നിങ്ങളുടേതാണ് ശരീരം. നിങ്ങളും കൂടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്താൽ മാത്രമാണ് നിങ്ങൾ പൂർണ്ണമായിട്ട് സുഖപ്പെടുകയും പിന്നീട് ഒരിക്കലും ഈ അവസ്ഥ ശരീരത്തിലേക്ക് വരാതിരിക്കുകയും ചെയ്യും. പേരെന്താണ്? ബിന്ദുശ്രീ. ബിന്ദുശ്രീ. ഇവിടുത്തെ ഡോക്ടറാണ് ബിന്ദുശ്രീ അല്ലേ? ഏത് സെക്ഷനാണ്? ജെറിയാട്രിക് സെക്ഷൻ. അതായത് നമ്മൾ പ്രായമായ ആൾക്കാരുടെ വാർദ്ധക്യജന്യ രോഗങ്ങളും ഒരു 60 വയസ്സിന്റെ മുകളിലേക്കുള്ള എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരും അവരെയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എന്താണ് അങ്ങനെ സെക്ഷൻ പെട്ടെന്ന് ഇവിടെ തുടങ്ങാനുള്ള ഒരു കാരണം എന്താണ്? ഇല്ല, ആയുർവേദത്തിൽ ഇത് ശരിക്കും പണ്ട് തൊട്ടേ ഉള്ള ഒരു വിഭാഗം തന്നെയാണ്. നമ്മൾ ആ വിഭാഗത്തിന് പറയുന്ന രസായന ചികിത്സ എന്ന് പറയും. രസായനം എന്ന് കേൾക്കുമ്പോൾ പൊതുവെ പൊതുജനത്തിനൊരു തോന്നലുണ്ട് ലേഹ്യം അങ്ങനെയുള്ള സാധനങ്ങൾ. അങ്ങനെയല്ല, രസായന ചികിത്സ എന്ന് പറഞ്ഞാൽ വാർദ്ധക്യത്തെ എങ്ങനെ ഹെൽത്തി ആയിട്ട് നമുക്ക് മുൻകൂട്ടി കണ്ടുകൊണ്ട് എങ്ങനെ ഹെൽത്തി ആയിട്ട് ജീവിക്കാം എന്നുള്ളതിനെ കുറിച്ച് പറയുന്ന ഒരു ചികിത്സാ വിഭാഗത്തെയാണ് രസായന ചികിത്സ എന്ന് പറയുന്നത്. ശരിക്കും ആയുർവേദത്തിൽ നമ്മളൊരു ഏകദേശം ഒരു 40 വയസ്സ് തൊട്ടേ ഈ വാർദ്ധക്യത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യണം. എണ്ണ തേച്ച് കുളി, അല്ലെങ്കിൽ നമ്മുടെ ജീവിതചര്യകളിലൊക്കെ കുറച്ച് മാറ്റം വരുത്തുക, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലും ഒക്കെ കൂടുതൽ ശ്രദ്ധിക്കുക. കാരണം വാർദ്ധക്യം എന്ന് പറയുമ്പോൾ പൊതുവെ ആൾക്കാർക്ക് ദഹനം വളരെ കുറവായിരിക്കും, ദഹനശേഷി വളരെ കുറവായിരിക്കും. പിന്നെ അതുപോലെ നമ്മുടെ ബോൺസിന്റെ ഒക്കെ ബലം കുറയുക, നമ്മുടെ മസിൽ മാസ് കുറഞ്ഞു പോവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന് നമ്മൾ മുൻകൂട്ടി ഒന്ന് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. ട്രീറ്റ്മെന്റ് അല്ല, ശരിക്കും നമ്മളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് പറയും. ഈ ഒരു കെട്ടിടം മൊത്തം തന്നെ ഫുൾ സ്ത്രീകൾക്ക് മാത്രം അലൗഡായ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇത് സ്ത്രീകളുടെ മാത്രം അഡ്മിഷന്റെ ബിൽഡിംഗ് ആണ്. ഇപ്പൊ സൃഷ്ടി എന്ന് പറയും. അപ്പൊ സൃഷ്ടി എന്ന് പറഞ്ഞാൽ നമ്മള് വന്നതിൽ നിന്നും പുതിയൊരാളെ സൃഷ്ടിച്ച് പുറത്തേക്ക് വിടും. ഇപ്പൊ രോഗിയായിട്ട് അകത്തേക്ക് വന്നാൽ വൈദ്യനായിട്ട് തിരിച്ചു പോകുക, ആ ഒരു ലെവലാണ്. രോഗിയായി വന്ന് വൈദ്യനായി പോകാം. വൈദ്യനായ ചാൻസ് കാണുന്നുണ്ടോ? അത്യാവശ്യം കാര്യങ്ങളൊക്കെ സത്യമാണ്. എങ്ങനെയുണ്ട് ട്രീറ്റ്മെന്റ് ഒക്കെ? എങ്ങനെയുണ്ട് ഇവിടുത്തെ? വെരി ഗുഡ് ആണ്. പറയാൻ പറ്റില്ല. എന്റെ അനുഭവം, എന്തായാലും അനുഭവം എന്ന് പറഞ്ഞാൽ കേക്കട്ടെ. എന്തൊക്കെയാണ് അനുഭവം? എന്റെ അനുഭവം ഓക്കെ. ഞാൻ ഇവിടെ 2017 വരണത്. 2017 ഞാൻ ഇവിടുത്തുകാരല്ല. ഞാൻ ത്രിപുര സ്റ്റേറ്റ്. ത്രിപുര. അപ്പൊ ഞാൻ ഓൾ ഇന്ത്യ സർവീസിലാണ് ഇവിടെ വരണത്. അപ്പൊ ഹാൻഡിക്രാഫ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസില്. അപ്പോ ഞാനിവിടെ തേവൈക്കില് ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് മുട്ടുവേദന വന്നു. സ്കാൻ ചെയ്ത് പറഞ്ഞാൽ നിങ്ങളുടെ കാലിന്റെ മുട്ട് മാറ്റി വെക്കേണ്ടി വരും. എന്റെ ഹസ്ബൻഡ് പറഞ്ഞു അതൊന്നും കേൾക്കണ്ട. അങ്ങനെ വന്നിട്ട് ഞാൻ എല്ലാം ആയുർവേദിക് അനുസരിച്ച് ഒരുപാട് ട്രീറ്റ്മെന്റ് ചെയ്തു. എന്റെ കാൽമുട്ട വേദന മാറിയിട്ടേ ഇല്ല. മോളുടെ ഡെലിവറി ടൈമിൽ ഞാൻ വിദേശത്തൊക്കെ പോയി. അവിടെ പോയി തണുപ്പായി കൊണ്ട് അപ്പൊ കാൽമുട്ട് വളർന്നു. ഈ കാല് ബെൻഡ് മീൻസ് ഇങ്ങനെ ആയി. അവിടുന്ന് വന്ന് പിന്നെ അന്വേഷിക്കാൻ തുടങ്ങി. ഇനി ആരോ ഉണ്ട്. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട്സ് പറഞ്ഞത് ഗുരുകുലം ഉണ്ട്. എവിടെയാ? ഇന്ന സ്ഥലം എനിക്കറിയാം. ഒരു ദിവസം ഞായറാഴ്ച സ്കൂട്ടർ ഓടിച്ചിട്ട് ആരോടും പറയാത്ത അവിടെ വന്നു. എന്താ പറ്റി? ഞാൻ ഈ കാല് സാരി വർഷങ്ങളായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എന്താ ചെയ്യേണ്ടതാണ്? 2 പ്രാവശ്യം മരുന്ന് കഴിക്കൊണ്ട് കാൽവേദന മാറി. കാൽവേദന മാറി. പിന്നെ ഇവർക്ക് കുറെ ചെറിയ ഗുരുക്കന്മാർ കുറെ കാര്യങ്ങളുണ്ടല്ലോ. ഇങ്ങനെ നിൽക്കുന്ന കാല അവർ ഇങ്ങനെ വലിച്ചു തന്നു. അപ്പോൾ എന്തൊരു അസുഖത്തിനും ഇവിടെ ചികിത്സ ഉണ്ട്. കൂടുതലും ഓർത്തോ വിഭാഗത്തിലാണ് കൂടുതൽ ചെയ്യുന്നതെങ്കിലും ബാക്കിയുള്ള ഷുഗർ, പ്രഷർ അങ്ങനത്തെ അസുഖങ്ങൾക്കൊക്കെ ചികിത്സ വെക്കുന്നുണ്ടല്ലേ? ഡയബറ്റീസ് നമ്മൾ പ്രത്യേകമായിട്ട് എടുത്ത് ചെയ്യുന്നുണ്ട്. ബിപിയുടേത് പലരുടെയും ലൈഫ് സ്റ്റൈൽസ് ഞാൻ പറഞ്ഞല്ലോ, നമ്മളിവിടെ മെയിനായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ ലൈഫ് സ്റ്റൈൽ ഒന്ന് ക്രമീകരിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അതിലൂടെ ഒത്തിരി ആൾക്കാർക്ക് ബിപിയിൽ റിസൾട്ട് കിട്ടുന്നുണ്ട്. അല്ലാതെ ബിപിക്കായിട്ട് മാത്രമായിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നില്ല. ഡയബറ്റീസിന് മാത്രമായിട്ട് ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട് നമ്മൾ. അപ്പോൾ എന്തെങ്കിലും അസുഖങ്ങൾ കാരണം പല ആളുകളും നീറ്റ് നടക്കാൻ വയ്യാതെ ലെവലിലായിരിക്കും നിൽക്കേണ്ടത്. സർജറി പറഞ്ഞിട്ടുണ്ടാവും. ഗുരുകുലത്തിന്റെ നമ്പർ എന്തായാലും ഞാൻ താഴെ കൊടുക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇവരെ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം എടുക്കുക വരിക. പിന്നെ വന്ന അപ്പം തന്നെ പോകാന്നുള്ള ലെവലിലാണെങ്കിൽ ആരും കൊണ്ട് വരാൻ നിൽക്കണ്ട. കാരണം രാവിലെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പോകുന്ന ടൈം 8 മണിയോ 9 മണിയോ 10 മണിയോ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ദിവസം അവിടെ സ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന ആളുകൾ മാത്രം
നിങ്ങൾക്ക് എത്ര വലിയ പെയിൻ ആണെങ്കിലും ഗുരുകുലത്തേക്ക് വന്നോളി. നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ട്രീറ്റ്മെന്റ് എടുത്താൽ മതി. അല്ലേ ഡോക്ടറെ? അത് ഇതല്ലേ? അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇവിടെ ചോദിക്കാൻ ഇഷ്ടംപോലെ ആളുകളുണ്ട്, ഗുരുക്കളുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.